Hi everyone, welcome to A Plus Training Solutions. So നമ്മുടെ സോഷ്യോളജി ജൂൺ സെഷനിലെ നെറ്റ് എക്സാമിൻ്റെ അതിൻ്റെ ഒരു ആൻസർ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളൊരു 20 ക്വസ്റ്റ്യനോളം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ആൻസറൊക്കെ അനാലിസിസ് ചെയ്തിരുന്നു. ഇനി എൻ്റെ ബാലൻസ് നോക്കാം. ഓക്കെ ഫൈൻ. സോ 70 വരെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് നോക്കാം. ഓക്കെ. So first question, what do you call a worker whose job involves encouraging others to consume goods, services and cultural products? അപ്പം നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ആരെ? Call a worker whose jobs, ഒരു വർക്കറിനെ അയാളുടെ ജോലി എന്തായിരിക്കണം? Whose jobs involves encouraging others to consume goods. മറ്റുള്ളവരെ ഗുഡ്സ് കൺസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ ചരക്കുകൾ കൺസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസസ്, കൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യാൻ മറ്റൊരാളെ എൻകറേജ് ചെയ്യുന്ന, മറ്റു ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന ജോലിയുള്ള വർക്കേഴ്സിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? വാട്ട് ഡു യു കോൾ എ വർക്കർ ഹൂസ് ജോബ് ഇൻവോൾവ്സ് എൻകറേജിങ് അതേഴ്സ് ടു കൺസ്യൂം ഗുഡ്സ്, സർവീസസ് ആൻഡ് കൾച്ചറൽ പ്രൊഡക്ട്സ്? ഏതാണ് ഇതിൽ? കൾച്ചറൽ പ്രൊഡക്ഷൻ ഏജന്റ് ആണോ, ഗിഗ് വർക്കർ ആണോ, കൾച്ചറൽ ഇന്റർമീഡിയേറ്ററി ആണോ, മാനേജർ ആണോ? സോ ഇതിന്റെ ആൻസർ കൾച്ചറൽ ഇന്റർമീഡിയേറ്ററി ആണ്. ഓക്കെ. സോ കൾച്ചറൽ ഇന്റർമീഡിയേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ നെയിം ദാറ്റ് വി calls for a worker whose jobs involves encouraging others to consume goods, services and cultural products. Okay. Then next, which of the following marriage practices are preferred to ensure and protect family property and inheritance rights? ഒരു കുടുംബത്തിന്റെ ഫാമിലി പ്രോപ്പർട്ടി റൈറ്റ്സും ഇൻഹെറിറ്റൻസ് റൈറ്റ്സും ഒക്കെ മറ്റൊരു പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത മാരേജ് പ്രാക്ടീസസ് ഇതിൽ ഏതൊക്കെയാണെന്ന്? ലിബറേറ്റ് കോവേഡ് പ്രാക്ടീസ്, ഫ്രട്ടേണൽ പോളിഗൈനട്രി, സൊറോറൽ പ്രാക്ടീസ്, പോട്ട്ലാക്ക് പ്രാക്ടീസ്. ഇതിൽ പോട്ട്ലാക്ക് പ്രാക്ടീസസ്, കോവേഡ് പ്രാക്ടീസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ ലിബറേറ്റ് പ്രാക്ടീസസ് എ, ദെൻ ഫ്രട്ടേണൽ പോളിഗൈനട്രി, ദെൻ സൊറോറൽ പ്രാക്ടീസസ്. ACD ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ACD വരുന്ന ഏതാണ്? ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ കൃത്യമായ ആൻസർ. ഓക്കെ. അതെന്താണ്? സൊറോറൽ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മാരേജ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഫോളോ ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് തന്നെ പോളിഗൈനി, അതുപോലെ തന്നെ സൊറോറൽ, ലെബറേറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ എക്സ്പെരിമെന്റൽ മെത്തഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാരോൾഡ് ഗാർഫിങ്കൽ ഇൻ എത്നോമെത്തഡോളജി ദാറ്റ് ഡിസ്റപ്റ്റ് റൂട്ടീൻ എവരിഡേ ലൈഫ് ആൻഡ് ക്വസ്റ്റ്യൻസ് ദ നോർമേറ്റീവ് ഓർഡർ ഈസ് കോൾഡ്. അപ്പം ഹാരോൾഡ് ഗാർഫിങ്കൽ കൊണ്ടുവന്ന ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇതിലേതാണ്? എത്നോമെത്തഡോളജിയിൽ ഹാരോൾഡ് ഗാർഫിങ്കൽ കൊണ്ടുവന്ന ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ്, അതായത് വിച്ച് ഡിസ്റപ്റ്റ്സ് റുട്ടീൻ എവരിഡേ ലൈഫ് ആൻഡ് ക്വസ്റ്റ്യൻസ് ദ നോർമേറ്റീവ് ഓർഡർ. ഒരു നോർമേറ്റീവ് ഓർഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റുട്ടീൻ എവരിഡേ ലൈഫിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്നോമെത്തഡോളജിയിൽ ഹാരോൾഡ് ഗാർഫിങ്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിലേതാണ്? എക്സ്റ്റേണലൈസിങ്, മാസ്കിംഗ്, ബ്രീച്ചിങ്, സ്റ്റേജിങ്. ഏതാണ്? ഇത് കുറച്ച് സിമ്പിളാണ്. ഹാരോൾഡ് ഗാർഫിങ്കലുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? ബ്രീച്ചിങ് ആണ്. ബ്രീച്ചിങ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ ബ്രീച്ചിങ് എന്ന് പറയുന്നത് ഹാരോൾഡ് ഗാർഫിങ്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. എത്നോമെത്തഡോളജിയിൽ ഹാരോൾഡ് ഗാർഫിങ്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡാണ് ബ്രീച്ചിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്റപ്റ്റ്സ് റുട്ടീൻ എവരിഡേ ലൈഫ് ആൻഡ് ക്വസ്റ്റ്യൻസ് ദ നോർമേറ്റീവ് ഓർഡർ. ഓക്കെ. സോ അതാണ് ബ്രീച്ചിങ്. ദെൻ who introduced the notion system levels and the concept of different and multiple systems in functional analysis? ഇതിൽ ആരാണ് സിസ്റ്റം ലെവൽസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഡിഫറെന്റ് ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റം, ഫങ്ഷണൽ അനാലിസിസിൽ ഡിഫറെന്റ് ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പാസൺ ആണോ, മേർട്ടൺ ആണോ, മലിനോസ്കി ആണോ, മാരിയൻ ജെ ലെവി ആണോ? ഇതിലാരാണ്? മലിനോസ്കി ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. സിസ്റ്റം ലെവൽസും അതുപോലെ തന്നെ ഡിഫറെന്റ് ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റവും, ഫങ്ഷണൽ അനാലിസിസിൽ ഡിഫറെന്റ് ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റം, ഇത് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? മലിനോസ്കി ആണ്. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. സപ്പോസ് എ ക്ലർക്ക് ട്രൈസ് ടു അപ്പിയർ ബിസിയർ ദാൻ he or she actually is when a supervisor happens to be watching. Irving Goffman would study that behavior from what approach? അപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ക്ലർക്ക്, അതായത് അദ്ദേഹം ഭയങ്കര ബിസിയാണ്, ഭയങ്കര രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ അദ്ദേഹത്തിനെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ കാണിക്കുന്നു.
ഓക്കെ, സപ്പോസ് എ ക്ലർക്ക് ട്രൈസ് ടു അപ്പിയർ ബിസിയർ ദാൻ ഹി ഓർ ഷീ ആക്ച്വലി, അതായത് നോർമലി അയാൾ അങ്ങനെയുള്ള ഒരാളല്ല, പെട്ടെന്ന് അയാളുടെ സൂപ്പർവൈസർ അയാൾ എങ്ങനെ നോക്കുന്നെന്ന് മനസ്സിലാകുമ്പോൾ ഇയാൾ പെട്ടെന്ന്, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നത് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കും. ഓക്കെ, എർവിംഗ് ഗോഫ്മാൻ വുഡ് സ്റ്റഡി ദാറ്റ് ബിഹേവിയർ ഫ്രം വാട്ട് അപ്രോച്ച്? എർവിംഗ് ഗോഫ്മാൻ ഇത് ഏത് അപ്രോച്ചിൽ നിന്നുകൊണ്ടായിരിക്കും പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സൈക്കോളജിക്കൽ, ഇന്ററാക്ഷനിസ്റ്റ്, ഫങ്ഷണലിസ്റ്റ്, കോൺഫ്ലിക്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഇന്ററാക്ഷനിസ്റ്റ്. ഇന്ററാക്ഷനിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് എർവിംഗ് ഗോഫ്മാൻ. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് ആണ് ഇവിടെ വരുന്നത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് ഇതിന്റെ ആൻസർ. ദെൻ നെക്സ്റ്റ്, വുമൺ ഇൻ ഡെവലപ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയററ്റിക്കൽ അപ്രോച്ചസ്? വുമൺ ഇൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഇതിൽ ഏത് തിയററ്റിക്കൽ അപ്രോച്ചസുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഏത് ടൈപ്പ് ഓഫ് ഫെമിനിസം ആണ്? പോസ്റ്റ് ഫെമിനിസം ആണോ, ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ എക്കോളജി ആണോ, ലിബറൽ മോഡേണൈസേഷൻ തിയറി ആണോ, റാഡിക്കൽ ഫെമിനിസം ആണോ? ഇതിൽ ഏതാണ് വുമൺ ഇൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വിമൻ ഇൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഓപ്ഷൻ ഒന്നുകൂടെ, പോസ്റ്റ് ഫെമിനിസം, ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ എക്കോളജി, ലിബറൽ മോഡേണൈസേഷൻ തിയറി, റാഡിക്കൽ ഫെമിനിസം. ഇതിൽ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? ആൻസർ ലിബറൽ മോഡേണൈസേഷൻ തിയറി. ലിബറൽ മോഡേണൈസേഷൻ തിയറിയുമായിട്ടാണ് വുമൻ ഇൻ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ 19th century of Bombay, the elite English educated literati inaugurated the following civil society institutions. Arrange them in chronological from prior to later. അതായത് 19ാം നൂറ്റാണ്ടിലെ ബോംബെയിലെ അവിടുത്തെ ഒരു എലൈറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ലിറ്ററാറ്റി പല രീതിയിലുള്ള സിവിൽ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പീരീഡ് ആണ്, ആ സമയത്ത് ഇതൊക്കെ സ്ഥാപിച്ച ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം, അതിന്റെ ഓരോ വർഷങ്ങളായിട്ട് നോക്കാം. ഓപ്ഷൻസ്: ജോഗ്രഫിക്കൽ സൊസൈറ്റി ഓഫ് ബോംബെ, ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി ഓഫ് ബോംബെ, ബോംബെ ബ്രാഞ്ച് ഓഫ് ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്, ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെ. ഓക്കെ, ഇതാണ് അതിന്റെ വർഷം. ഇതിന്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ബ്രാഞ്ച് ഓഫ് ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡും അതുപോലെ തന്നെ ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെ, ഇത് രണ്ടും ഒരു വർഷമാണ് വന്നത്, 1804 വന്നത്. സോ ഇതിൽ ഏതെങ്കിലും ആകാം ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്. പിന്നീട് അതിനുശേഷമാണ് ജോഗ്രഫിക്കൽ സൊസൈറ്റി ഓഫ് ബോംബെ 31, അതിനുശേഷമാണ് ആന്ത്രോപോളജിക്കൽ. ഇപ്പൊ ജോഗ്രഫി കഴിഞ്ഞാണ് ആന്ത്രോപോളജി, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ആദ്യം ഒരു ജോഗ്രഫി വേണമല്ലോ ഒരു മനുഷ്യന് നിൽക്കാൻ, പിന്നീട് അവിടെ മനുഷ്യൻ വരുന്നു, ആന്ത്രോപോളജി. അങ്ങനെ ഒരു കോഡ് പോലെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പം ഒന്നെങ്കിൽ DCAB അല്ലെങ്കിൽ CDAB, ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. DCAB, CDAB ഇല്ല, DCAB ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഓഫ് ഹിസ് വർക്ക്സ് ഹാസ് എം.എൽ. ദാഖിം അഡ്വക്കേറ്റഡ് എ ഫോം ഓഫ് ഗിൽഡ് സോഷ്യലിസം? ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കാര്യം, ഫോം ഓഫ് ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഏത് വർക്കിലാണ് അദ്ദേഹം പറയുന്നത് എന്ന്? ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് സിവിക് മോറൽസ്, ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. ഇതിൽ ഏതാണ് ഗിൽഡ് സോഷ്യലിസം എം.എൽ. ദാഖിം പറയുന്നത്? ഓക്കെ, സോ ആൻസർ ഏതാണ്? പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് സിവിക് മോറൽസ്. അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലാണ് ഈ പറയുന്ന ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുന്ന കാര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നത്. ഓക്കെ, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ഒന്നും എഴുതല്ലേ, ദ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് സിവിക് മോറൽസിനാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേസ് ഇൻ വിച്ച് divisions of class, gender and ethnicity combine to produce complex form of social inequality is best defined by the term. അതായത് ഡിവിഷൻസ്, ക്ലാസ്, ജെൻഡർ, എത്തനിസിറ്റി, അത് ബന്ധപ്പെട്ടുള്ള ഡിവിഷൻസ് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ഓഫ് സോഷ്യൽ ഇനിക്വാളിറ്റി നമ്മളൊരു പേര് വെച്ചാണ് വിളിക്കുന്നത്. എന്താണ്? സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണോ, ഇന്റൻസീവ് ഇനിക്വാളിറ്റി ആണോ, ഇന്റർ ഡിവിഷൻ ആണോ, ഇന്റർസെക്ഷനാലിറ്റി ആണോ? ഇന്റർസെക്ഷനാലിറ്റി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ദ വേസ് ഇൻ വിച്ച് divisions of class, gender and ethnicity combine to produce complex form of social inequality is best defined by the term intersectionality. Okay, അതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നെക്സ്റ്റ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് എഴുതാനാണ് പറയുന്നത്. ഓപ്ഷൻസ്: എൻഗേജിങ് ഇൻ ഗെയിംസ്, റെക്കഗ്നൈസിംഗ് ദ ജനറലൈസ്ഡ് അതേഴ്സ്, എൻഗേജിംഗ് ഇൻ ഇമിറ്റേഷൻ, എൻഗേജിംഗ് ഇൻ പ്ലൈ. ഇത് നമ്മൾ ഓർഡറിൽ പറയുമ്പോൾ എൻഗേജിംഗ് ഇൻ ഗെയിംസ് ആണോ ആദ്യം വരുന്നത്? അല്ല. റെക്കഗ്നൈസിംഗ് ദ ജനറലൈസ്ഡ് അതേഴ്സ് ഇല്ല, വരത്തില്ല. എൻഗേജിംഗ് ഇൻ ഇമിറ്റേഷൻ അല്ലേ, അത് വരും. എൻഗേജിംഗ് ഇൻ ഇമിറ്റേഷൻസ് വരും. ദെൻ എൻഗേജിംഗ് ഇൻ പ്ലേ, അതിനുശേഷം എൻഗേജിംഗ് ഇൻ പ്ലേ ആയിരിക്കും. ദെൻ അതിനുശേഷം എന്താണ്? എൻഗേജിംഗ് ഇൻ ഗെയിംസ്, എൻഗേജിംഗ് ഇൻ
ഗെയിംസ് വരും, എൻഗേജിങ് ഇൻ ഗെയിംസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നതാണ് റെക്കഗ്നൈസിങ് ദ ജനറലൈസ്ഡ് അതേഴ്സ്. റെക്കഗ്നൈസിങ് ദ ജനറലൈസ്ഡ് അതേഴ്സ്. അപ്പം ഓപ്ഷൻ വരുമ്പോൾ എന്താണ്? CDAB എന്നായിരിക്കും. CDAB ഉണ്ട്. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 30 ചോദ്യം പഠിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.